ഭാരതത്തിലെ ദളിത് ക്രൈസ്തവരുടെ ദശകങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും അവകാശവാദങ്ങൾക്കും തിരിച്ചടിയായി സുപ്രീം കോടതിയുടെ നിർണായക വിധി. ഇനി മുതൽ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നവർക്ക് പട്ടികജാതി പദവിക്ക് അർഹതയുണ്ടാവില്ലെന്ന് ജസ്റ്റിസ് PK മിശ്ര അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ഭാരതത്തിൽ പട്ടികജാതി പദവി അവകാശപ്പെടാൻ ഹിന്ദു, സിഖ്, ബുദ്ധമത വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമേ അവകാശമുള്ളൂവെന്ന് സുപ്രീം കോടതിയുടെ നിർണായക വിധി. ക്രിസ്തുമതം ഉൾപ്പെടെയുള്ള മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുന്നവർക്ക് പട്ടികജാതിക്കാർക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന സംവരണ ആനുകൂല്യങ്ങൾക്കോ നിയമപരിരക്ഷയ്ക്കോ അർഹതയുണ്ടാവില്ലെന്നും കോടതി വ്യക്തമാക്കി. 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഓർഡറിലെ ക്ലോസ് 3 ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതി ഈ വിധി പുറപ്പെടുവിച്ചത്. ഹിന്ദുമതമല്ലാതെ മറ്റൊരു മതം വിശ്വസിക്കുന്ന ഒരാളെയും പട്ടികജാതി അംഗമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് ഈ ക്ലോസ് വ്യക്തമാക്കുന്നു. സിഖ്, ബുദ്ധമതങ്ങളെ പിന്നീട് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും ക്രിസ്ത്യൻ, ഇസ്ലാം മതവിഭാഗങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ നിയന്ത്രണം സമ്പൂർണ്ണമാണെന്നും ഇതിൽ വിട്ടുവീഴ്ചകൾ സാധ്യമല്ലെന്നും കോടതി പറഞ്ഞു. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു പാസ്റ്ററുടെ കേസിലാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം. ക്രിസ്തുമതം സ്വീകരിച്ച് പാസ്റ്ററായി സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തി തനിക്കെതിരെയുണ്ടായ ആക്രമണത്തിൽ പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇയാൾ ക്രിസ്തുമതത്തിലേക്ക് മാറിയതോടെ പട്ടികജാതി പദവി നഷ്ടപ്പെട്ടുവെന്നും അതിനാൽ ഈ നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കില്ലെന്നുമുള്ള ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവെക്കുകയായിരുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ നിർദ്ദിഷ്ടമല്ലാത്ത മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്താൽ ആ നിമിഷം മുതൽ സംവരണ പദവി ഇല്ലാതാകും. ഒരാൾക്ക് ഒരേ സമയം മറ്റൊരു മതം വിശ്വസിക്കുകയും അതോടൊപ്പം പട്ടികജാതി പദവി അവകാശപ്പെടുകയും ചെയ്യാൻ കഴിയില്ല. SSC, ST പീഡനവിരുദ്ധ നിയമം ഉൾപ്പെടെയുള്ള ഒരു നിയമപരമായ ആനുകൂല്യവും മതം മാറിയവർക്ക് ലഭിക്കില്ല. സംവരണാനുകൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് മതം മാറുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ അലഹബാദ് ഹൈക്കോടതി ഉത്തർപ്രദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയുടെ ഈ നിർണായക ഉത്തരവ് വരുന്നത്. ഒരാൾ തന്റെ വിശ്വാസം മാറ്റിയാലും അയാൾ ജനിച്ച സമുദായം നേരിടുന്ന സാമൂഹിക വിവേചനങ്ങളും പിന്നോക്കാവസ്ഥയും മാറുന്നില്ല എന്ന വാദമാണ് ക്രൈസ്തവ സംഘടനകൾ കാലങ്ങളായി ഉയർത്തുന്നത്. എന്നാൽ മതം മാറുന്നതോടെ ജാതീയമായ പിന്നോക്കാവസ്ഥ ഇല്ലാതാകുന്നുവെന്ന കാഴ്ചപ്പാടാണ് കോടതി ശരിവച്ചിരിക്കുന്നത്. സിഖ്, ബുദ്ധമത വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പട്ടികജാതി പദവി അനുവദിക്കുമ്പോൾ ക്രിസ്തുമതം ഒഴിവാക്കുന്നത് വിവേചനമാണെന്ന് സഭകൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജികൾ നിലനിൽക്കെയാണ് പുതിയ വിധി വരുന്നത്.